ഈ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. പലതരം കരച്ചിലും കണ്ടു. ഇതൊരു വെറൈറ്റി കരച്ചിലാണ്. എന്താ ഒരു സുഖം. ഓ, വല്ലാത്തൊരു മനസ്സുഖം. എന്താല്ലേ കണ്ടു. ലയണൽ മെസ്സി ഫ്രീ കിക്ക് എടുത്തു, അത് ഗോളാക്കി. ഓക്കെ, അത് ക്ലബ് വേൾഡ് കപ്പിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി എടുത്തൊരു വിന്നിംഗ് ഗോൾ ഫ്രീ കിക്കായിരുന്നു, അത് ഗോളായി. നൈസ് എന്ന് വെച്ചാൽ നല്ല, അതിനതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഓക്കെ ഉണ്ട്, അതിനതിൻ്റെതായ സൗന്ദര്യം ഉണ്ട്. അതിനെന്താ ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്താ? പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് തോന്നും നീ അണ്ണൻ ഫാൻ ആയതുകൊണ്ടാണോ, നിനക്ക് കടിയാണോ, നിനക്ക് അസൂയാണ്. ആരും അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അസൂയാണ് കയപ്പാണെന്നൊന്നും. വന്നുകൊണ്ട് കാര്യം പറഞ്ഞു പോട്ടടേ. എന്താലേ നിനക്ക് മറ്റേ ഇതാണൊക്കെ നിങ്ങൾ തോന്നും, ഒരു കോപ്പമല്ല. കാരണം നിങ്ങൾ ആ ഗോളിന് ഇത്രയും ഹൈപ്പ് കൊടുത്ത് നിങ്ങൾ മെസ്സിനെ കൊച്ചാക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ചില ഒഫീഷ്യൽ പേജും ചില ഓരോരുത്തരൊക്കെ വീഡിയോ ഇട്ടേങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മെസ്സി ആദ്യമായിട്ട് ഫ്രീ കിക്ക് എടുത്ത് ഗോളാക്കാൻ പോലെ ഉണ്ട്. ഇതെന്തൊരു ഗോളാണോ അത് നാഷണൽ ലീഗിൽ നമ്മൾ കണ്ട്. നിങ്ങളെ അണ്ണ ഒരു ടാപ്പിംഗ് ഗോൾ ഇട്ടപ്പോ വന്നുകാണ്ട് യുദ്ധം ഉണ്ടാക്കിയതൊക്കെ വേൾഡ് കപ്പ് മേടിച്ച മെയിനി ആ ടൈമിൽ. ഓഹ് ഡമ്മോ, ഇൻസ്റ്റൊന്നും തുറക്കാൻ വയ്യേനെ. ഇവൻ തന്നെ ഒരു 100 വീഡിയോ ഇട്ടുണ്ടാവും. ആ ഓനാണ് വന്നുകാണ്ട് പറയുന്നത്. ചിലവരൊക്കെ വീഡിയോ, ഓ ഇതെന്തൊരു ഗോളാ മാൻ, വാട്ട് എ ഗോൾ, വാവ്, മറ്റേ ഇതൊരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോൾ തന്നെ, ഇത് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം ഗോട്ട്. എന്താടാ നിനക്ക് നാണാവൂലേ? എന്താടാ നിനക്ക് നാണാവുന്നില്ലേ ഇങ്ങനെ വന്നുകാണ്ട് കരയാന്? മെസ്സി ഗോൾ ഇട്ടിക്കാണെങ്കിൽ മെസ്സിന്റെ ഫാൻസ് അല്ലാതെ പിന്നെ അണ്ണന്റെ ഫാൻസ് വന്നാണ് സ്റ്റോറി ഇടും. അനക്ക് നാണാവുന്നില്ലേ എന്ന് പറയാനേ? ഒരാൾ പോലും ഞാനൊരു കമന്റിൽ പോലും കണ്ടില്ല ഇറ്റ്സ് നോർമൽ ഫോർ മെസ്സി മാൻ. ഇത് പുള്ളിനെ സംബന്ധിച്ച് ഒരു സിമ്പിൾ പരിപാടിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വേൾഡ് കപ്പിന് ശേഷം ഈ മെസ്സിയുടെ കളി കാണാൻ തുടങ്ങിയ ആൾക്കാരെ മൊത്തം പഠിച്ചു വന്നത്, മനസ്സിലായോ? കാരണം പുള്ളി ഫ്രീ കിക്ക് എടുക്കുന്ന ഗോളാക്കണമെന്നും കണ്ടിട്ടില്ലാത്ത പോലെ സംസാരിക്കണം. അതൊക്കെ മെസ്സി കണ്ടാൽ നിങ്ങളെ തുപ്പും, എനിക്ക് അത്ര പറയാനുള്ളൂ. നിങ്ങൾ തന്നെ പുള്ളിനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കണം. എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി. കാരണം എന്നെ സംബന്ധിച്ച് ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പം ആ ഫ്രീ കിക്ക് ആ ഏരിയ എടുക്കാൻ വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ ഫോർട്ടോനെ മിയാമി പൊട്ടിക്കാൻ പോകുന്നത്, ലീഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് സത്യമായിട്ട് എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. കാരണം അവിടെ നിന്ന് ഗോളായിരിക്കും, എന്തെങ്കിലും അബദ്ധവശാൽ അത് പുറത്തേക്ക് പോയാലുള്ളൂ. കാരണം ഭൂരിഭാഗം എടുത്തേക്കുന്ന ഫ്രീ കിക്കും ആ സ്പോട്ടിൽ എടുത്തേക്കുന്നത് ലയണൽ മെസ്സി ഗോളാക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ട് തന്നെ പുള്ളിനെ ഇങ്ങനെ ഒരുമാതിരി. അന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് എന്താ തോന്നിയത്? കളി തോൽക്കുന്നു വിചാരിച്ചാണ്ട് ഈ കാത്തിരുന്നു. അന്റെ ഉറക്ക് പോയി, അത്രയും ടൈം പോയി. പാവം, എന്തോ ഒരു കഷ്ടല്ലേ. എന്നാരുണ്ട് ഇങ്ങനെ മനുഷ്യന്മാര്? എടാ ഈയല്ല വന്നുകാണ്ട് അണ്ണൻ ഒരു ടാപ്പിങ്ങിന് ഗോൾട്ടൊപ്പം വന്നുകാണ്ട് അണ്ണൻ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞാണ്ട് വന്നിരുന്നേ. ഈയല്ലേ എന്തിന്? പിന്നെ മെസ്സി ഫാൻസിന് മെസ്സി ഫ്രീ കിക്ക് എന്ന് പറയുന്നത് നീലക്കുരിഞ്ഞി പൂക്കുന്നത് പോലെ കാണാൻ പറ്റുന്നതല്ല. ആരാ ഈ വന്ന് പറയുന്നേ? ഒരു നാഷണൽ ലീഗ് കിട്ടിയപ്പോ അത് വേൾഡ് കപ്പ് ആക്കിയ ടീമാണ്. കഷ്ടം തന്നെ മോനെ.